ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 80. നമ്മളിന്ന് നോക്കുന്നത് സൂക്തം 32 മന്ത്രം 11, 12, 13, 14, 15 ഇത് മണ്ഡലം 1 ഇതിൽ ദേവത ഇന്ദ്രനാണ്. ദേവത ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് പറഞ്ഞത് തന്നെയാണ്, നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ട്. കല്ല് പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ മരം പൊട്ടിക്കുമ്പോൾ അതിലെ തന്മാത്രകൾ വേർപെടുന്നു, എന്നിട്ട് അതിനെ വേറൊരു തരത്തിൽ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ വെള്ളം ഉണ്ടാക്കേണ്ടിക്ക് ഹൈഡ്രജൻ എടുത്ത് ഓക്സിജൻ എടുത്ത് ഒരു പ്രത്യേക മാതിരി സയൻസിൽ പറയുന്ന മാതിരി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് വെള്ളമായി തീരും. അപ്പം വെള്ളമാകുന്നതിനെ കണ്ടി മുമ്പിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഹൈഡ്രജൻ തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, അതിനെ പൊട്ടിച്ച് വേർപെടുത്തുന്നു. ഓക്സിജൻ തന്മാത്രയിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്, അതിനെ പൊട്ടിച്ച് വേർപെടുത്തുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് 2 ഹൈഡ്രജൻ ആറ്റം എടുത്ത് ഒരു ഓക്സിജനും ആറ്റം എടുത്ത് ഒരു പ്രത്യേക തരത്തിൽ വെച്ച് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ ആ രാസപ്രവർത്തനത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനത്തിലെ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ആ ഇന്ദ്രൻ എന്ന ഫോഴ്സാണ് സയൻസിൻ്റെ അത് സയൻസിൽ നിന്ന് തന്നെ വന്നതായിരിക്കാം. ആ ഫോഴ്സാണ് ഇതിനെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അവിടെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ എതിർക്കുന്ന ശക്തിയാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വൃത്രാസുരൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എല്ലാ രാസപ്രവർത്തനവും അവിടെ നടക്കുമ്പോൾ അതിൽ ഓർബിറ്റാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഏറ്റവും പുറത്ത് ഓർബിറ്റ്. ആ ഓർബിറ്റ് വൃത്തമായത് കൊണ്ടാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത്. ആ ഓർബിറ്റിൻ്റെ അകത്ത് എതിർക്കുന്ന ഒരു ശക്തി ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം എന്ത് ചെയ്യുമ്പോഴും ഒരു ശക്തി എതിർക്കും. എല്ലാത്തിലും ഓർബിറ്റാണ് പങ്കെടുക്കുന്നത് കൊണ്ട് ആ ഓർബിറ്റിലാണ് എന്തുള്ളത്, ആ എതിർപ്പ് ശക്തി ഉള്ളത് കൊണ്ട്, ആ ഓർബിറ്റിൻ്റെലാണ് ഉള്ളത് കൊണ്ട് അതിനെ എന്ത് പറയുന്നു, അത് വൃത്തത്തിലാണല്ലോ, വൃത്താസുരൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ വൃത്രാസുരനെ തോൽപ്പിച്ചിട്ട് വേണം ഇന്ദ്രനെ അവ കൂട്ടിച്ചേർത്തിട്ട് വസ്തുവായി മാറ്റാൻ. അപ്പോൾ വൃത്രാസുരൻ എന്താണെന്ന് മനസ്സിലായി, റിയാക്ഷനാണ്, ആക്ഷനാണ് ഇന്ദ്രൻ. അതിൻ്റെ ബേസിൽ 11 പോകാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 32 11 ദാസപത്നീരഹി ഗോപ അതിതിഷ്ടൻ നിരുദ്ധ ആപ പണിനേവ ഗാവഹ അപാം ബിലം അപിഹിതം യദാസിത് വൃത്രം ജഘന്വാം അപതത്വവാരാം. പണികളുടെ ഗുഹയിൽ ഗോക്കൾ ഒളിച്ച് ഇരിക്കപ്പെടുന്നതുപോലെ ജലവും തടയപ്പെട്ടിരുന്നു. ഇന്ദ്രൻ വൃത്രനെ വധിച്ച് അതിൻ്റെ ദ്വാരം തുറന്നു. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഗുഹയിൽ കുറേ മലയുടെ ഗുഹയിൽ കുറേ ആടുകൾ ഒളിച്ചിട്ട് അല്ലെങ്കിൽ പശുക്കൾ ഒളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ ഗുഹയിൽ നിന്നും പുറത്തെടുക്കുന്നത് പോലെ ഇന്ദ്രൻ എന്ത് ചെയ്യുകയാണ്, ഈ വൃത്രാസുരനെ വധിച്ചിട്ട് മഴയിൽ നിന്നും കാർമേഘത്തിൽ നിന്നും ജലത്തെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ആ മേഘത്തിൻ്റെ അകത്ത് എന്തുണ്ട്, ജലം ഒളിച്ചു കിടപ്പുണ്ട്. എന്ത് രൂപത്തിൽ? ഹൈഡ്രജൻ അയോണായിട്ടും OH നെഗറ്റീവ് അയോണായിട്ടും ആണുള്ളത്, വെള്ളമായിട്ടല്ല. വിഘടിച്ചിട്ട് ഹൈഡ്രജൻ അയോണും ഓക്സിജൻ അയോണും ഇവ കൂടിച്ചേരുന്നില്ല. സാധാരണ നിലയിൽ മേഘത്തിൽ ഇതൊന്നും കൂടിച്ചേർന്നിട്ട് മഴയായി പെയ്യുന്നില്ല. മഴ പെയ്യേണ്ട സമയം ഇന്ദ്രൻ എന്നൊരു ശക്തി, ഇതിനെ യോജിപ്പിക്കുന്നതിന് പിന്നിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയാണല്ലോ ഇന്ദ്രൻ. ആ ഇന്ദ്രൻ ആ സമയം എത്തുമ്പോൾ പോയിട്ട് ഇവയെ തമ്മിൽ യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വൃത്രാസുരൻ അതിനെ എതിർക്കും. എപ്പോഴും എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ റിയാക്ഷൻ. അപ്പം അതാണ് ഇത്ര കാലം വേർപെട്ട് നിർത്തിയത്. അതിനെ പൊട്ടിച്ചിട്ട് വേണം ഇന്ദ്രൻ പോയിട്ട് എന്ത് ചെയ്യും, അവയെ യോജിപ്പിച്ചിട്ട് ആ മഴയിൽ കാർമേഘത്തിൽ ഒളിച്ച ജലത്തെ പുറത്തേക്ക് ഒഴുകും. അതിൻ്റെ ദ്വാരം തുറന്നിട്ട് മേഘത്തിൽ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ജലത്തെ പുറത്തേക്ക് എടുക്കും. ഏതുപോലെ നമ്മൾ മലയിൽ ഒളിച്ച ആ പശുക്കളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ. ഇനി 12 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 32 12 അശ്വോ വാരോ അഭവസ്തദിന്ദ്ര ശ്രുഗേ യസ്വാ പ്രത്യഹന്തേവ ഏകഃ അജയോഗ അജയ ശൂരസോമവാസൃജ സർത്തവേ സപ്തസിന്ധൂൻ.
വൃത്രൻ ഇന്ദ്രനെ പ്രഹരിച്ചപ്പോൾ ഇന്ദ്രൻ കുതിരവാലുപോലെ ആയിത്തീർന്നു. ഇന്ദ്രൻ ഗോക്കളെയും സോമത്തെയും വീണ്ടെടുക്കുകയും സപ്തസാഗരങ്ങളെ പ്രവഹിപ്പിക്കുകയും ചെയ്തു. അപ്പം പറയുകയാണ് അവിടെ വൃത്രാസുരൻ അങ്ങനെ ഏറ്റുമുട്ടൽ ഉണ്ടാവില്ല. വൃത്രാസുരൻ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ദ്രൻ എന്തായി? ഒരു കുതിരയുടെ വാല് പോലെയായി. കുതിരയുടെ വാല് കണ്ടിട്ടുണ്ടാവും, ഒരു കമ്പ് മാതിരി ഉണ്ടാവും. ആ കമ്പിന്റെ അകത്ത് കുറച്ച് ഇങ്ങനെ ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞ ഒരു ഏറോ മാതിരി തോന്നും. നമ്മൾ വില്ലുണ്ടല്ലോ, അല്ല അമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പും അതിൻ്റെ അറ്റത്ത് കുറച്ച് രോമവും, കുതിരേൻ്റെ വാല് പോലെ. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബലമാണ്. ബലത്തെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഫിസിക്സ് എല്ലാം പഠിച്ചവർക്കറിയാം. ബലം എന്ന് പറഞ്ഞാൽ ഒരു വര വരക്കും, അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വന്നിടും. അതാണ് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം വൃത്രനെ ഏറ്റുമുട്ടുമ്പോൾ ഇന്ദ്രൻ ഏത് രൂപം ധരിച്ചു? ഒരു കുതിരയുടെ വാല് പോലെയുള്ള ആകൃതി സ്വീകരിച്ചു. അതായത് ബലത്തെ അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്ന് പറയാം, കുതിരയുടെ വാല് പോലെ. എന്നിട്ട് ഗോക്കളെയും സോമത്തെയും എല്ലാം വീണ്ടെടുത്ത് സപ്ത സാഗരങ്ങളെ പ്രവഹിപ്പിച്ചു, ഒഴുക്കി, ജലത്തെ ഒഴുക്കി. ഗോക്കളെ വീണ്ടെടുത്തിട്ട്, ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണെന്ന് നമുക്കറിയാം. സോമം എന്ന് പറഞ്ഞാൽ അവിടെ അയോണുകളാണ്, ഹൈഡ്രജൻ അയോണും OH നെഗറ്റീവ് അയണുള്ള വെള്ളം പലതായി വിഘടിച്ചു നിൽക്കുന്നതിനാണ് സോമം എന്ന് പറയുന്നത്. അതിലുള്ള ഗോക്കളെ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ എടുത്തിട്ട് ഇലക്ട്രോണിനെ കൊണ്ടാണ് ഇവയെ തമ്മിൽ യോജിപ്പിക്കുന്നത്. അങ്ങനെ യോജിപ്പിച്ചിട്ടാണ് സപ്ത നദികളെയും ഒഴുക്കി. ലോകത്തിൽ എന്തെല്ലാം നദികളുണ്ടാവും അതെല്ലാം വെള്ളം ഒഴുകുന്നത് സപ്തനദികൾ എന്നല്ലേ നമ്മൾ പറയും. 7 നദികളുണ്ട്. അപ്പോൾ ആ നദികളെല്ലാം ഒഴുകാൻ കാരണം ഇങ്ങനെ മഴയിലുള്ള ആ ജലത്തെ ഇന്ദ്രൻ വൃത്രനെ വധിച്ചിട്ട് ഒരു ഫോഴ്സായിട്ട് ആക്ട് ചെയ്ത്, കുതിരവാല് പോലെ ആക്ട് ചെയ്തിട്ട് വൃത്രനെ വധിച്ചിട്ടാണ് ഈ മഴ പെയ്യിപ്പിച്ചത്. ഇനി 13 വേദം മണ്ഡലം 1 സൂക്തം 32-13. നാസ്മൈ വിദ്യുത് ന തന്യുതു സിഷേധ നയാം മിഹമിഗരത് ത്രാദു ഉദിനിം ച ഇന്ദ്രശ്ച യത് യുയുധാദേ അഹിശ്ചോദോ പരിഭ്യോ മഖവ വിജിഹ്യേ. വൃത്രനാൽ അയക്കപ്പെട്ട ഇടിയും മിന്നലും വർഷവും ഇന്ദ്രനെ സ്പർശിക്കുവാൻ ശക്തരായില്ല. ആ യുദ്ധത്തിൽ ഇന്ദ്രൻ എല്ലാ പ്രകാരത്തിലും ജയിച്ചു. പറയുകയാണ് വൃത്രൻ അപ്പോൾ ഇന്ദ്രന് നേരെ എന്തയച്ചു? ഇടിയും മിന്നലും അയച്ചു. നമുക്കറിയാം ഹൈഡ്രജനും OH നെഗറ്റീവും കൂടി ചാർജുള്ള കണങ്ങൾ യോജിക്കുമ്പോൾ തീപ്പാറും. അതാണ് പ്ലഗിലെല്ലാം സോക്കറ്റിൽ പ്ലഗ് കുത്തുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ല, അതിൻ്റെ അടുത്തെത്തുമ്പോൾ തീപ്പാറുന്നത്. അതുപോലെ അവിടെയും വൈദ്യുതി പ്രവഹിക്കുക. വൈദ്യുതിയാണ് ഇടിയും മിന്നലായിട്ട് പുറത്തേക്ക് വരുന്നത്, അവ കൂടിച്ചേരുമ്പോഴുള്ള. അതിനെ ഇവിടെ എന്ത് പറയുകയാണ്? വൃത്രൻ ഇന്ദ്രന് നേരെ അയച്ചതാണ്, ഇന്ദ്രൻ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇന്ദ്രന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുകയാണ്. ആ യുദ്ധത്തിൽ ഇന്ദ്രൻ എല്ലാ പ്രകാരത്തിലും വിജയിച്ചു. ഇനി 14 വേദം മണ്ഡലം 1 സൂക്തം 32-14. അഖേര്യാതാരം കമപശ്യ ഇന്ദ്രഹൃദിയത്തെ ജഗ്നു ക്ഷോഭിരഗച്ഛത് നവച എന്നവതിം ച ശവന്തി ശ്വേനോ നഭീതോ അതരോ രജാംസി. ഇന്ദ്രൻ വൃത്രനെ കൊല്ലാൻ മറ്റാരെയാണ് കണ്ടത്? അത് കാരണമാണ് ഇന്ദ്രൻ കഴുകനെ പോലെ 99 നദികൾ കടന്നുപോയത്. ഈ 14 പറയുകയാണ് ഈ വൃത്രാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ഒറ്റക്കല്ല. ഇന്ദ്രൻ ആരെയാണ് ആശ്രയിച്ചതെന്നാണ്. ഇന്ദ്രൻ ആരുടെ ആശ്രയമൊന്നും വേണ്ട വൃത്രാസുരനെ കൊല്ലാൻ. ലോകത്തിൽ ഏത് രാസപ്രവർത്തനത്തിലും ഇന്ദ്രൻ ഒറ്റക്ക് പോയിട്ട് രാസപ്രവർത്തനങ്ങളിൽ ആറ്റങ്ങളെയെല്ലാം മുറിച്ച് തറച്ചെല്ലാം യോജിപ്പിച്ചിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് അതുപോലെയാണ്.
അതിന് ഇന്ദ്രന് വേറെ ആരുടെ സഹായമൊന്നും വേണ്ട. എന്നിട്ട് എന്ത് പറയാണ്, നീ 99 നദികൾ കടന്നുപോയി. ഈ 99 നദികൾ ലോകത്തിലുണ്ട്. അതൊരു തരത്തിൽ പറയുകയാണ്. അല്ലെങ്കിൽ 99 തരം മാറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുണ്ടായിരിക്കുന്നത്. ആ 99 ആറ്റങ്ങളിൽ എന്തുണ്ട്, വ്യത്യസ്ത തരം ഏകദേശം 99 അടുപ്പിച്ചിട്ടുള്ള ആറ്റങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. അവയെ കൂടിച്ചേർക്കുമ്പോൾ ഏതാണ്, അവയുടെയെല്ലാം പുറത്തെ ഓർബിറ്റാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പം 99 തരം ആറ്റങ്ങളാണെങ്കിൽ 99 തരം ഓർബിറ്റുകളാണ് ഈ കൂടിച്ചേർന്നിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. ഓർബിറ്റിനെ എന്തായിട്ട് എടുക്കുക, നദിക്ക് സമാനമായിട്ടാണ് എടുക്കുക. അതൊരു എനർജിയുടെ ഫ്ലോ ആണ്. അപ്പോൾ അങ്ങനെ 99 നദികൾ കടന്നുപോയി. ഇനി 15 വേദം മണ്ഡലം 1 സൂക്തം 32-15. ഇന്ദ്രോ യദോ വസിതസ്യ രാജാശമസ്യ ച ശൃംഗിണോ വജ്രുബാഹു സേതുരാജാക്ഷയതി ചർഷണീനാ അരാന്യ നേമപരിധാ ബഭ്രൂവാം. എല്ലാ സ്ഥാവര ജംഗമ ജീവികളുടെയും സ്വാമി ഇന്ദ്രനാണ്. അവൻ മനുഷ്യരുടെ മേൽ ഭരണം നടത്തുന്നു. ചക്രക്കാലുകൾ തേരുരുൾ ചുറ്റിനാൽ വഹിക്കപ്പെടുന്നത് പോലെ തന്നെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും ഇന്ദ്രൻ വ്യവസ്ഥിതി ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പറയുകയാണ് ഈ ഇന്ദ്രൻ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും സ്വാമിയാണെന്ന്. അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ആറ്റങ്ങളെ കൂടിച്ചേർന്നിട്ട് എന്തെല്ലാം വസ്തുക്കൾ, നമ്മുടെ ശരീരം തന്നെ കുറേ ആറ്റങ്ങൾ ഇങ്ങനെ ചെയിനുമാരി കൂട്ടിച്ചേർന്നിട്ടാണ് ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെല്ലാം പങ്കെടുത്തിരിക്കുന്ന ആൾ ആരാണ്? ഈ അവയെ ഏകോപിപ്പിക്കുന്ന, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ്. ആ ശക്തിയാണ് ആര്? ഇന്ദ്രൻ. അതുകൊണ്ട് ഇന്ദ്രനാണ് ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളുടെയും സ്വാമി. അവൻ തന്നെ മനുഷ്യരുടെ മേൽ ഭരണം നടത്തുന്നു. നമ്മളെ ഭരിക്കുന്നതും അവൻ തന്നെയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭക്ഷണത്തും നമ്മൾ ആ കോശങ്ങളിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു രാസപ്രവർത്തനം നടത്തിയിട്ട് ഊർജ്ജം പുറത്തേക്ക് വരും. ആ ഊർജ്ജമാണ് മസിൽസിനെ ചലിപ്പിക്കുന്നത്, വായിനെ ചലിപ്പിക്കുന്നത്, ഈ കൈനെല്ലാം ചലിപ്പിക്കുന്നത് ഒരു രാസപ്രവർത്തനത്തിലൂടെ. അപ്പോൾ ആ രാസപ്രവർത്തനം നടക്കുന്നിടത്തെല്ലാം ആരുണ്ട്? ഇന്ദ്രനുണ്ട്. അപ്പം നമ്മളെ ഉണ്ടാക്കിയതും ആറ്റങ്ങൾ ചേർത്ത് നമ്മളായി മാറുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇന്ദ്രനാണ്. ഇന്ന് നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കൈ ഇങ്ങനെ അനക്കണ്ടിക്കലും നമ്മളെ ശരീരത്തിൽ നിന്ന് രക്തം ഇവിടെ വന്ന് അവിടെ ഒരു രാസപ്രവർത്തനം നടന്ന് ഊർജം വന്ന് ആ ഊർജം ആണ് മസിൽസിനെ, ഈ കൈകളെല്ലാം ചലിപ്പിക്കുന്നത്. അപ്പം നമ്മളെ എല്ലാം പ്രവർത്തനങ്ങളെ ഭരണം നടത്തുന്നത് ഇന്ദ്രനാണ്. ചക്രത്തിൻ്റെ കാലുകളിൽ പിടിപ്പിച്ച പോലെ, ഒരു ചക്രത്തിന് കുറേ കാലുകൾ ഉണ്ടാവില്ല, അതെല്ലാം ആ ചക്രത്തിൻ്റെ 2 മുകളിലെത്തി താഴത്തേലും വെച്ചിട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അതുപോലെയാണ് എല്ലാ തത്വങ്ങളുമായിട്ട് കോർത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥാവര ജംബകമ വസ്തുക്കൾക്കും ഇന്ദ്രൻ വ്യവസ്ഥിതി ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഒരു പ്രത്യേക സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ വെറുതെ ചെയ്യില്ല. വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ, ശരിയായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രൻ എന്ത് ചെയ്തിരിക്കുന്നത്? ആ വ്യവസ്ഥിതിക്കനുസരിച്ചാണ് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ട് അവയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ വ്യവസ്ഥിതിയുടെ അധികാരിയും ആര് തന്നെയാണ്? ഇന്ദ്രൻ തന്നെയാണ്.